രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വയനാട്ടിൽ വന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വലിയ ആഘോഷമായിരുന്നു, വലിയ ജനക്കൂട്ടമായിരുന്നു. റോഡ് ഷോ നടത്തി. ലീഗുകാരും മലപ്പുറത്തു നിന്ന് പ്രത്യേക വണ്ടികൾ ഓടിച്ചു. കൊടിയില്ലാതെ റോഡ് ഷോയിലും ഒക്കെ പങ്കെടുക്കണമെന്ന നിർദ്ദേശം ലീഗിന് കിട്ടിയിരുന്നു. എന്താ കാര്യം? കഴിഞ്ഞ ഇലക്ഷന് കൊടി പിടിച്ചത് നോർത്ത് ഇന്ത്യയിൽ BJP സമർത്ഥമായിട്ട് ഉപയോഗിച്ചിട്ട് അമേഠിയിൽ വരെ രാജകുമാരൻ തോറ്റുപോയി. രാഹുൽ ഗാന്ധി, മനസ്സിലായല്ലോ. സ്മൃതി ഇറാനി ജയിച്ചു. അവർ പ്രചരിപ്പിച്ചത് അങ്ങ് തെക്ക് വയനാട്ടിൽ അവിടെ പാകിസ്ഥാന്റെ പച്ചക്കൊടി പിടിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി വോട്ട് പിടിക്കുന്നത് എന്നുള്ള പ്രചരണം BJP ക്യാമ്പുകൾ സംഘപരിവാർ അഴിച്ചുവിട്ടു. ഇതൊന്നും മുൻകൂട്ടി കാണാനുള്ള ബുദ്ധി ഈ വലിയ പ്രസ്ഥാനത്തിന്, ഈ മുത്തശ്ശി പാർട്ടിക്ക് ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പം മുൻകരുതൽ ഒരു മുഴം മുമ്പേ. അപ്പൊ ഈ റോഡ് ഷോയിൽ ഇതിലൊക്കെ ലീഗിന്റെ കൊടി കാണുന്നില്ല, പച്ചക്കൊടി കാണുന്നില്ല, കോൺഗ്രസിന്റെ കൊടിയും അധികം കാണുന്നില്ല. അപ്പൊ അന്വേഷിച്ച് എന്താ കാര്യം? ഇത് ഒരു സംശയം ജനങ്ങൾക്കുണ്ടാവുമല്ലോ, അല്ലെ? ഇതൊക്കെ നോക്കുന്ന മാധ്യമ പ്രവർത്തകർക്കൊരു സംശയം വരിക. അപ്പൊ ലീഗിന്റെ ചില നേതാക്കള് പ്രവർത്തകര് പറഞ്ഞു. അപ്പൊ പ്രവർത്തകരോട് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞു. നേതാക്കളാണെങ്കിൽ ഒന്നൊന്നൊന്ന് ഒരു വഴക്കം വരുമല്ലോ രാഷ്ട്രീയത്തിലെ. കള്ളം പറയില്ല, സത്യം പറയില്ല, സത്യം പറയില്ല, കള്ളം പറയില്ല. സത്യമാണോ കള്ളമാണോ, കള്ളമാണോ സത്യമാണോ ആർക്കും അറിയത്തില്ല. അതാണല്ലോ രാഷ്ട്രീയ നേതാക്കളുടെ ചില രീതികൾ. അപ്പൊ ഈ വാഹനങ്ങളിൽ വരുന്ന ചില പ്രവർത്തകരോട് ചില മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, അല്ല നിങ്ങൾ എവിടുന്ന് വരുന്നത്? ഞങ്ങൾ മലപ്പുറത്തുനിന്ന് വരികയാണ്. അപ്പൊ മലപ്പുറത്ത് ഇവിടെ വയനാട്ടില് അത് ഞങ്ങളെ ലീഗിന്റെ നിർദ്ദേശമുണ്ട്, ഞങ്ങൾ പ്രവർത്തകർ അവിടെ നിന്ന് വരികയാണ്. അപ്പൊ കൊടി വണ്ടിക്കകത്തുണ്ട്. പിന്നെന്താ കൊടി കെട്ടാത്തത്? അത് കൊടി കാണിക്കരുതെന്ന് നിർദ്ദേശമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. പ്ലക്കാർഡ് മാത്രം മതി, കൊടി കാണിക്കരുത് നിർദ്ദേശമുണ്ട്. അപ്പം ചോദിച്ചു അതെന്താ കാര്യം? അത് കഴിഞ്ഞ അവിടെ കൊടി കാണിച്ചിട്ട് അത് പാരിയായി എന്നാണ് കോൺഗ്രസ് ലീഗിന് കൊടുത്ത നിർദ്ദേശം. ഇത്തവണ പച്ചക്കൊടി കാണിക്കാൻ പാടില്ല. അത് കാണിച്ചാൽ അത് നോർത്ത് ഇന്ത്യയിൽ അവർ വലിയ പ്രചരണം അഴിച്ചു വിട്ടിട്ട് അത് വലിയ പ്രശ്നമാവും. നമുക്ക് നോർത്ത് ഇന്ത്യയിൽ സീറ്റുകൾ കുറയാൻ കാരണമാകും. കൊട്ടക്കണക്കിന് ചാക്കുകണക്കിന് സീറ്റുകളാണ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇപ്പൊ കിട്ടാൻ പോകുന്നത് കോൺഗ്രസിന്. റിസൾട്ട് വരുമ്പോൾ കണ്ടുകൊള്ളുക. ഒരിക്കൽ കാണിച്ചൊരു അബദ്ധം ഉണ്ടല്ലോ, പിന്നീട് തിരുത്താൻ പറ്റില്ല. തിരുത്താൻ ശ്രമിച്ചാലും വിജയിക്കത്തില്ല. അതാണ് ഇപ്പൊ കണ്ടത് റോഡ് ഷോ. അപ്പോൾ ലീഗിന്റെ കൂടി കാണിക്കരുത്, പ്ലക്കാർഡ് മാത്രം. എന്തൊരു കപട രാഷ്ട്രീയമാണിത്. നിങ്ങൾക്ക് കോൺഗ്രസ്സെ നിങ്ങളോട് ചോദിക്കുകയാണ് ഞങ്ങൾ. നിങ്ങളുടെ പ്രധാന സഖ്യകക്ഷിയാണ് മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. കേരളത്തിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു മണ്ഡലത്തിൽ, കോൺഗ്രസിന് പോലും പറ്റില്ല, സ്വന്തമായിട്ടൊരു മണ്ഡലത്തിൽ മത്സരിച്ച് ജയിക്കാൻ സ്വന്തം ശക്തിയുള്ള പാർട്ടിയാണ് ലീഗ്. ആ ലീഗിനെ നിങ്ങൾ എത്രയോ കാലമായിട്ട് മൂലയ്ക്കിരുത്തുന്നു. സ്വന്തം പാർട്ടിയുടെ കൊടി കക്ഷത്തിൽ തിരികിയിട്ട് അല്ലെങ്കിൽ വണ്ടിക്കകത്ത് അവിടെ രഹസ്യമായിട്ട് വെച്ചിട്ട് പ്ലക്കാർഡും പിടിച്ചിട്ട് വയനാട്ടിൽ പ്രചരണത്തിന് പോകാൻ നിങ്ങൾക്ക് നാണമില്ലേ ലീഗ് എന്ന് നമ്മൾ ചോദിക്കുകയാണ്. ആരെങ്കിലും മറുപടി പറയൂ. ഇനി അത് കഴിഞ്ഞിട്ട് റോഡ് ഷോ, മറ്റു കാര്യങ്ങൾ, അതിനെപ്പറ്റി NE മേഘനാഥ് എഴുതിയൊരു പോസ്റ്റ് ഉണ്ട്. അതിലെ ഫേസ്ബുക്ക് പോസ്റ്റ്, അത് മുഴുവൻ വായിക്കുന്നില്ല, നീണ്ട പോസ്റ്റാണ്. അല്ല ചില കാര്യങ്ങൾ, കാരണം അതിനകത്തെല്ലാം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അതിനൊരു ആമുഖം പറയാം. ഇദ്ദേഹം 5 കൊല്ലം MP ആയിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന്. അമേഠിയിൽ തോറ്റുപോയി. ഈ 5 കൊല്ലത്തിനകത്ത് ഒരു 10 തവണയെങ്കിലും ഇദ്ദേഹം, അല്ലെങ്കിൽ പോട്ടെ 1 ഡസൻ തവണയെങ്കിലും ഇദ്ദേഹം വയനാട്ടിൽ വന്നിട്ടുണ്ടോ? വയനാട്ടിന്റെ MP ചോദിക്കുകയാണ് ഞങ്ങൾ, കോൺഗ്രസ്സുകാരോട് ചോദിക്കുകയാണ്, ലീഗുകാരോട് ചോദിക്കുകയാണ്, ഇദ്ദേഹം എത്ര തവണ വയനാട്ടിൽ വന്നു? ഇതിനേക്കാൾ ഇരട്ടി ഡസൻ കണക്കിന് തവണ ആളെക്കൊല്ലി കടുവയും കാട്ടാനയും പിന്നെ പുലിയും മറ്റു മൃഗങ്ങളും വയനാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. സുൽത്താൻ ബത്തേരി ടൗണിൽ വരെ ആരെയൊക്കെ കൊന്നു, കാട്ടാനയും കടുവയും എന്നുള്ള കണക്കുകൾ അറിയാമല്ലോ. ഞങ്ങൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇദ്ദേഹം തുറന്ന് പാർലമെന്റിൽ ഈ വിഷയങ്ങൾ വല്ലതും ഉന്നയിച്ചിട്ടുണ്ടോ? അതായത് വന്യജീവി ആക്രമണം,
ആൾക്കാർ കൊല്ലപ്പെടുന്നു. യാത്രാ ദുരിതം, ഈ ചുരം റോഡ്, താമരശ്ശേരി ചുരം റോഡ് ബ്ലോക്ക് ആയാൽ മണിക്കൂറുകൾ യാത്രാ ദുരിതം. ബദൽ റോഡ്, ബദൽ തുരങ്കം കേരള സർക്കാരിന്റെ പദ്ധതി. ഇതിനെ പിന്തുണച്ചിട്ട് ഈ രാജകുമാരൻ പാർലമെന്റിൽ, ലോക്സഭയിൽ എന്തെങ്കിലും വേണ്ടിയിട്ടുണ്ടോ? ഓരോ വിഷയത്തിലും വന്യജീവി ആക്രമണം, യാത്രാ ദുരിതം, ബദൽ തുരങ്കപാത, പിന്നെ രാത്രി യാത്രാ നിരോധനം കർണാടക ഏർപ്പെടുത്തിയത്, അതിലിടപെട്ടിട്ടുണ്ടോ പാർലമെന്റിൽ? പാർലമെന്റിൽ ഇപ്പോഴുടെ അറ്റൻഡൻസ് അറിയാമല്ലോ, ഹാജർ എത്ര എന്നറിയാമല്ലോ, അതിന്റെ കണക്കുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കാർഷിക വിലയിടിവ്, നാണ്യ വിളകളുടെ വിലയിടിഞ്ഞ് കാപ്പിയുടെയും മറ്റ് ഇഞ്ചിയുടെയും മറ്റൊക്കെ വിലയിടിഞ്ഞിട്ട് കർഷകർ ദുരിതത്തിലാണ് വയനാട്ടില്. കുരുമുളക് അവിടെ നശിച്ചു, ഇല്ല. പിന്നെ ആകെയുള്ള കാപ്പിയാണ്, അതിന് വിലയില്ല. ഈ വിഷയം ഈ രാഹുൽ രാജകുമാരൻ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ 5 വർഷത്തിനകത്ത്. പിന്നെ നഞ്ചങ്കോട് റെയിൽവേ എന്തായി? വയനാട് വഴി ഒരു റെയിൽവേ കർണാടകത്തിലേക്ക്, മൈസൂരിലേക്ക് എന്തായി? കുറെ കാലമായിട്ട് പറയുന്നു. ഇതൊക്കെ പാർലമെന്റിൽ ഉന്നയിച്ചു. പിന്നെ ആദിവാസി ക്ഷേമ വിഹിതം മുടക്കിയത് കേന്ദ്രം, ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇദ്ദേഹം ഇപ്പൊ റോഡ് ഷോ നടത്തുകയാണ്. വന്നിട്ട് എന്താ, അതിനെപ്പറ്റിയാണ് മേഘനാഥ് പറഞ്ഞത്. വന്നപ്പോഴെല്ലാം നിഷ്കരണം ബോണ്ടയും ഉണ്ടൻപുരിയും മുളക് ബജിയും ഭക്ഷിച്ചു. ആര്? രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നപ്പോഴെല്ലാം. ഇതൊരു ഷോയാണ്. വന്നപ്പോഴെല്ലാം നിഷ്കരണം ബോണ്ടയും ഉണ്ടൻപുരിയും മുളക് ബജിയും ഭക്ഷിച്ചു, സെൽഫി എടുത്തു. പിന്നെ കഴുത്തിലിട്ട മാല തിരിച്ചെറിഞ്ഞു. ജനകീയ നേതാവാണല്ലോ, തിരിച്ചെറിഞ്ഞു. പിന്നെ 3 വയസ്സുകാരനെ 3 വയസ്സുകാരിയെ ഉമ്മ വച്ചു. സ്നേഹം, സൗഹൃദം, ഹൃദയപൂർവമായ സ്നേഹം. സ്ഥിരമായി അപ്രതീക്ഷിതമായ അതിഥിയായി ബേക്കറികളിൽ കയറി ലഡു ശാപ്പിട്ടു. സ്ഥിരമായി അപ്രതീക്ഷിത അതിഥി, നോട്ട് ചെയ്യുക. ബേക്കറിയിൽ കയറി പോകുന്ന വഴിക്ക് ലഡു ശാപ്പിട്ടു. ഓരോ അപ്രതീക്ഷിത കയറ്റവും ഈ രാഹുൽ ഗാന്ധി വരുന്ന റോഡ് ഷോ നടത്തുമ്പോൾ ഏത് ബേക്കറി കയറും, എവിടെ ഉണ്ടംപൊരി കഴിക്കുക, എവിടെ ബോണ്ട കഴിക്കുക, എവിടെ മറ്റു സാധനങ്ങൾ പഴംപൊരി കഴിക്കും എന്നൊക്കെ മാപ്രകൾക്ക് അറിയില്ലല്ലോ. പക്ഷേ മാപ്രകൾക്ക് ദിവ്യജ്ഞാനമുണ്ട്, കൃത്യമായ ദിവ്യജ്ഞാനം, 6th സെൻസ് ഉള്ളവരാണ് മാപ്രകൾ. ഞങ്ങളത് അംഗീകരിച്ചിരുന്നു. അപ്പൊ എന്താ സംഭവം? ഈ അപ്രതീക്ഷിതമായി അതിഥിയായി വന്ന് ബേക്കറിയിൽ കയറി ലഡു ശാപ്പിട്ടു. ഓരോ അപ്രതീക്ഷിത കയറ്റവും ചാപ്രകൾ തൃക്കണ്ണാലറിഞ്ഞു. തൃക്കണ്ണാര മഹാശിവന്റെയാണ് തൃക്കണ്ണ്. ഈ നടുക്കൊരു കണ്ണുണ്ട്, ഈ 2 അല്ല, അതങ്ങ് അടച്ചു വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ മാപ്രകളും മാധ്യമങ്ങളും ഈ 2 കണ്ണങ്ങ് അടച്ചു വെച്ചിട്ട് ഇവിടെ ഒരു കണ്ണുണ്ടല്ലോ, അത് തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പൊ ശരിക്കും കാണും എന്താ സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ രാഹുൽ ഗാന്ധിയുടെ ഐറ്റിനറി എവിടെ കയറും, ഏത് ബേക്കറി കയറും, എവിടെ എന്തെയൊന്നും അവരറിയില്ല. പക്ഷെ അറിയാതെ തന്നെ ഈ തൃക്കണ്ണുകൊണ്ട് അവരവിടെ ഓടിയെത്തുന്ന മഹാ അത്ഭുതമാണ്. ഓടിയെത്തുന്നു, എത്തിയിട്ട് മാപ്രകളും ചാപ്രകളും, മാപ്ര ചാപ്ര തൃക്കണ്ണാലറിഞ്ഞ് തത്സമയം അങ്ങ് സംപ്രേഷണം ചെയ്യുകയാണ്. എന്തൊരു ഭയങ്കരം. സപ്തതി പിന്നിട്ട മറിയ ചേട്ടത്തിമാരെ, അത് മറിയ ചട്ടി, അങ്ങനെ സപ്തതി പിന്നിട്ട മറിയ ചേട്ടത്തിമാരെ ചേർത്തങ്ങ് പിടിച്ചു റോഡ് ഷോയില്. കണ്ടുനിന്ന ലാസ്റ്റ് വേർഡാണ് പ്രധാനം. ലാസ്റ്റ് സെന്റൻസ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്നൊരു പ്രയോഗമുണ്ടല്ലോ. കണ്ടുനിന്ന മനോരമാതി മാപ്രകൾ ആത്മരതിയിൽ നിരവധി തവണ സ്ഖലിച്ചു. ഈ ലാസ്റ്റ് വാചകം ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ കാണുമ്പോൾ ഞാൻ ചിന്തിച്ചു പോയത് ധർമ്മപുരാണമാണ്, OV വിജയന്റെ ധർമ്മപുരാണമാണ്. ഇത്രയും വലിയ രാഷ്ട്രീയ ആക്ഷേപഹാസ്യം വിശ്വസാഹിത്യത്തിൽ വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. ധർമ്മപുരാണം പോലെ പൊളിറ്റിക്കൽ അതോറിറ്റിയെ വലിച്ചൂരി നഗ്നരാക്കി നിർത്തുന്ന ധർമ്മപുരാണത്തെയാണ് ഞാൻ പെട്ടെന്ന് ഓർത്തുപോയത്. അതിൻ്റെ ഒരു പുതിയ പതിപ്പാണ് വയനാട്ടിൽ കണ്ടത്. പത്രിക സമർപ്പിക്കാൻ വന്ന രാജകുമാരൻ ജയിപ്പിച്ചു വിടൂ വീണ്ടും.
എന്നിട്ട് അടുത്തത് നമ്മൾ അറിയുക എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ സ്വന്തം പച്ചക്കൊടിയും ഒളിപ്പിച്ച് ലീഗിന് ഇങ്ങനെ ഒരു പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വന്ന ഗതികേട് പാണക്കാട്ട് ചർച്ചയാകുമോ? പാണക്കാട്ട് തറവാട്ടിൽ ആയാൽ കൊള്ളാം. ലീഗ് നിങ്ങൾ അടിമകളാണ്. ആരുടെ? കോൺഗ്രസിൻ്റെ അടിമകളാണ്. കോൺഗ്രസ് നേതാവിൻ്റെ കക്കൂസ് കഴുകാൻ പറഞ്ഞാൽ നിങ്ങൾ പോയി കക്കൂസ് കഴുകി കൊടുക്കുന്ന അടിമപ്പണിയാണ് ലീഗ് നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്വന്തം കൊടി, പാർട്ടിക്കൊടി, ആത്മാഭിമാനത്തിൻ്റെ ചിഹ്നമായ മുദ്രയായ സ്വന്തം പച്ചക്കൊടി ഒളിപ്പിച്ചു വെച്ചിട്ട് നിങ്ങൾ വയനാട്ടിൽ പോയിട്ട് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ പങ്കെടുത്തത്. ഇതിനപ്പുറം ലജ്ജാകരമായ എന്തെങ്കിലും ബാക്കിയുണ്ടോ ലീഗ് നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ? പാണക്കാട്ട് ചർച്ചയാവുമോ ഇത്? എവിടെ? കോഴി ബിരിയാണി കഴിച്ചിട്ട് പോവും, പിരിഞ്ഞെല്ലാവരും പോവും. എല്ലാം തങ്ങളെ ഏൽപ്പിച്ചു. നിർണായക യോഗം കൂടി ഫൈനൽ തീരുമാനം അന്തിമ തീരുമാനം ഞങ്ങൾ തങ്ങളെ ഏൽപ്പിച്ചു എന്ന് PK കുഞ്ഞാലിക്കുട്ടി എന്ന കുഞ്ഞപ്പ. അത്രയുള്ളൂ. അതാണ് ലീഗ്.